മൊത്തം പോയി. ഇനി ഈ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന അവളായിരിക്കും വലിയ പൈസ കൊണ്ടി. ഞാൻ ജെന്നി പോയപ്പോ സമാധാനിച്ചതാ, ഇപ്പൊ എല്ലാം പോയല്ലോ. ഓ, ആ പോയ ജെന്നി തിരിച്ചു വരാൻ നടക്കറിയാം. എന്തൊക്കെയാ നടക്കുന്നേ? അല്ല, നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഇവിടെ ജെന്നിയെ പോലെ തന്നെ അല്ലേ? അത് ശരിയാ, പക്ഷെ ഇവളുടെ ഗ്രാൻഡ് പേ എനിക്ക് തീരെ പിടിച്ചില്ല. ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ മൂഞ്ചി പോകുന്നു വിചാരിച്ചില്ല. അല്ല, അവൾ 5th 6th അറിയില്ല. 3ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ബാക്കിയൊന്നും എനിക്കറിയില്ല. ആ ചെന്നിയുടെ ചേച്ചി പറഞ്ഞ 6th ആണെന്നല്ലേ? എടി, 5th ആണെങ്കിൽ നമുക്ക് റാഗ് ചെയ്യാം. നമ്മളായിരിക്കും അവളുടെ സീനിയേഴ്സ്. ഓ, നമ്മളുള്ള കുട്ടികളാ, യുപിയാ, മറക്കണ്ട. ആ ജെന്നിയുടെ ചേച്ചിക്ക് അവളെ കുറിച്ച് ഒന്നും അറിയില്ല. കേട്ടറിവ് മാത്രമേ ഉള്ളൂ. നമുക്ക് പാട്ടിന്റെ അടുത്ത് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. പണ്ടാരക്കാലത്ത് 5th ആവണേ. ആരിത്? എടി, അവള് 5th 6th നമുക്ക് ഇപ്പൊ ഉറപ്പിക്കാം. ജെന്നിയുടെ ചേച്ചി പറയുന്നത് കാര്യമാക്കണ്ട. ആ പൊട്ടത്തിക്കൊന്നും അറിയുന്നുണ്ടായില്ല. ഏതാ ക്ലാസ് എന്ന് നേഴ്സിനെ ചോദിച്ചു നോക്ക്. അല്ല അങ്ങൾ, നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ആ മകൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് ഏതാ? അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾ എത്രയില്ല പിള്ളേര്? ഞങ്ങൾ 6th എന്റെ കുട്ടീനെ ജൂനിയേഴ്സ് ആണല്ലോ നിങ്ങള്. അപ്പൊ അവള് ഇവിടുന്ന് പോയപ്പോ അവള് 3ാം ക്ലാസ്സിലായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെ പഠിച്ചത് അവള്. അതിന് അവൾ ഇവിടുന്ന് പോയപ്പോ 4ാം ക്ലാസ്സിലെ എക്സാം എഴുതിയിട്ടാ എന്റെ കുട്ടി ഗൾഫിലേക്ക് പോയത്. അവിടെ അവൾ 5th പഠിച്ചു, 6th പഠിച്ചു. ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത് 7th. അപ്പോ നിങ്ങൾ ജൂനിയർ കുട്ടികൾക്ക് എന്റെ വക ഗുഡ് ലക്ക്. ഗുഡ് ലക്ക് മക്കളെ. ഒരിക്കലും സീനിയർ ആണെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. പാത്തു പറഞ്ഞത് നമ്മുടെ ക്ലാസ് ആണല്ലേ? നമ്മൾ ആലോചിച്ചുണ്ടാക്കിയത് ജൂനിയർ ആണെന്ന്. പക്ഷെ സീനിയർ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ ജൂനിയർ ചേച്ചിയുടെ വർത്താനം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവൾ നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെ വന്ന് പെടുന്ന. ബട്ട് സീനിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇനിയിപ്പോ എന്താ സഹിക്കാനെ? റാഗിങ് ആയിരിക്കും. നോക്കടി, അവളും 10th വരെ നമ്മുടെ സീനിയറാ. നമ്മുടെ കാര്യം കട്ടപ്പുക. വെറുതെ അല്ല ജെന്നിയുടെ അനിയത്തിമാർ 2 പേര് ഇവിടുന്ന് പോയത്. ഇവള് സീനിയറായി വരുന്നോണ്ടായിരിക്കും. സത്യം, ഞാനും വിചാരിച്ചു എന്തിനാ നമ്മുടെ ക്ലാസ്സിലേക്ക് അവരെ പോലെയുള്ള ഒന്ന് വരുമ്പോ ഇവർ 2 പേരും പോകുന്നേന്ന്. അപ്പൊ അവർക്ക് 2 പേർക്ക് അറിയാമായിരിക്കും ഇവള് സീനിയർ ആയിട്ടാ വരുന്നേന്ന്. പക്ഷെ ജെന്നിയുടെ ചേച്ചിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഓ, അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ അറിവായിരിക്കും, അത് വെച്ച് പറഞ്ഞതായിരിക്കും. എന്തായാലും ജെന്നിയുടെ ചേച്ചി പറഞ്ഞ സ്വഭാവമൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയി മതിയായിരുന്നു. അതുപോലെ വൃത്തികെട്ട സ്വഭാവം ആവാതിരിക്കട്ടെ. ഇങ്ങനെ പോയി നമ്മൾ പേടും. ഇതാ മിസ്സേ, ഇവരാ ഞാൻ വന്ന പെണ്ണി കളിയാക്കിയത്. ഇവിടെ നിങ്ങൾ എന്തിനാ കളിയാക്കിയത്? ഇല്ല മിസ്സേ, ഞങ്ങൾ കളിയാക്കിയൊന്നുമില്ല. നോ മാം, ഇവിടെ എന്റെ ഗ്രാൻഡ് പേ കളിയാക്കി. ഐ ഡോണ്ട് ലൈക്ക് ദം. ഇവിടെ നിങ്ങളുടെ സീനിയർ ആയിട്ട് വരും, അതുകൊണ്ട് ഇവർക്ക് അതിനുവേണ്ടി റെസ്പെക്ട് കൊടുക്ക്. അല്ല മിസ്സേ, ഇവിടെയുള്ള കുട്ടികളൊക്കെ പറഞ്ഞത് ഇവള് ഞങ്ങളൊപ്പമുള്ളതാണല്ലോ, ഞങ്ങളെ 6ാം ക്ലാസ്സിന്റെ ബാച്ചിലുള്ളതാണല്ലോ പറഞ്ഞത്. അത് പിന്നെ ഇവക്ക് 4th സ്റ്റാൻഡേർഡിലെ മാർക്ക് ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞു ഗൾഫിൽ പോകുമ്പോൾ പാസ്പോർട്ട് റെഡിയാക്കാനായിട്ട്. അതിനായിട്ട് മോള് 4th സ്റ്റാൻഡേർഡിലെ എക്സാം എഴുതി. മോള് നല്ല മാർക്കിൽ പാസ് ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മോക്ക് ഗൾഫില് 5th സ്റ്റാൻഡേർഡിൽ കിട്ടി. 6th അവിടെ കിട്ടി. അവള് 2 ഇയർ ഗൾഫിലായിരുന്നല്ലോ. അതായത് ഞങ്ങൾ 4th 5th പഠിച്ച ടൈമില് അവള് 5th 6th പഠിച്ചു. അതാണ്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ ഈ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കണം. അവള് നമ്മുടെ സ്കൂളിലേക്ക് ലക്ഷങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ലക്ഷപ്രഭുവിന്റെ പേരക്കുഞ്ഞാണ്. അവർക്ക് നിങ്ങൾ വേണ്ട റെസ്പെക്ട് കൊടുക്കണം. അതെന്താ മിസ്സേ, ഇവക്ക് മാത്രം ഇത്ര പ്രത്യേകമായ റെസ്പെക്ട്? ഞങ്ങൾ ഇവിടെ പൈസ കൊടുത്തിട്ടല്ലേ പഠിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. അത് നിങ്ങളെ അറിയിച്ചതേ ഉള്ളൂ. പിന്നെ കുട്ടികളെ, നിങ്ങൾ 1 വർഷം ഞാൻ പഠിപ്പിച്ചതല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്റെ കുട്ടികളായിരുന്നു. ഇനി ഞങ്ങൾക്കൊരു പ്രശ്നം വരാതിരിക്കാനാ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു തന്നെ. ഈ കുട്ടിക്ക് നിങ്ങൾ വേണ്ട ബഹുമാനം കൊടുക്കണം. കേട്ടില്ല മിസ്സേ, എനിക്ക് ഇവർക്ക് പണിഷ്മെന്റ് കൊടുക്കാനുള്ള അനുവാദം തരൂ. ഇവരെന്റെ ഗ്രാൻഡ് പേ അപമാനിച്ചത്. ഓക്കെ മോളെ, മോക്ക് ഞാൻ അനുവാദം തന്നിരിക്കുന്നു. മോക്ക് എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും അവർക്ക് കൊടുക്കാം. അത് സ്കൂളിനുള്ളിൽ വെച്ചുള്ളത് മാത്രം. എന്റെ പണി തരേണ്ടത് നിങ്ങൾക്ക്. ഐ ആം സോ എക്സൈറ്റഡ്. എന്റെ പണി തരാ ഈ സ്കൂളിൽ ഫസ്റ്റ് ടൈം റാഗിംഗ് ചെയ്യാൻ പോവല്ലേ? ഐ ആം സോ എക്സൈറ്റഡ്. ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടില്ലേ, എന്നെ അവിടേക്ക് കൊണ്ടുപോകും. വേണോ സീനിയറെ? അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? അതൊക്കെ വേണം. നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റേജ് ചെയ്യാൻ 2 മണിക്കൂർ നിൽക്കണം. സ്റ്റേജ് ചെയ്യാൻ 2 മണിക്കൂർ നിൽക്കാനോ? ക്ലാസ് തുടങ്ങില്ലേ? ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ? ഞങ്ങളിങ്ങനെ മുമ്പിട്ടില്ലേ? സാധിക്കരുത്. ജീവിച്ച് പോയിക്കോട്ടെ സീനിയറെ. ഇല്ല, നിങ്ങൾ ഞാൻ ഒരിക്കലും സാധിക്കില്ല. 2 മണിക്കൂർ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ക്ലാസ്സിലോ എവിടെയാന്ന് വെച്ച് കയറി പോയിക്കോ. പറഞ്ഞാ മതി സീനിയർ നിന്ന് പണിഷ്മെന്റ് ആണ്. കൂടെ എന്റെ പേരും കൂടി പറഞ്ഞാ മതി. അപ്പൊ നിങ്ങൾ ആരും വഴക്ക് പറയില്ല കേട്ടോ. എന്താ സീനിയറെ, നിങ്ങൾ വന്ന് ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യാം. എന്തൊന്നും ചെയ്യാനാ? വന്നിറങ്ങിയപ്പോ തന്നെ കണ്ടാൽ നിങ്ങളല്ലേ? നിങ്ങൾക്കല്ലേ എനിക്ക് ആദ്യം പണിഷ്മെന്റ് തരാൻ പറ്റൂ. ഇവിടെ ആ ജെന്നിയും ക്ലാരയൊക്കെ രക്ഷപ്പെട്ടിട്ട് ശരിക്കും അവരും കൂടെ വേണമായിരുന്നു. അതിനെപ്പറ്റി പിന്നെ ആലോചിക്കാം. ഇപ്പൊ നമ്മൾ ഈ പണിഷ്മെന്റ് എങ്ങനെ വരും? അല്ല സീനിയറെ, ഞങ്ങൾക്ക് സ്റ്റേജ് ചെയ്തേക്കാൻ പേടിയാ. കൈയും കാലൊക്കെ വിറക്കുന്നു.
അതേത് ഭാഷ? That was Spanish. ഓ, നിങ്ങളോടല്ലേ അനങ്ങാതെ അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞേ? നിങ്ങളോട് വായ തുറക്കണമെന്ന് പറഞ്ഞില്ലേ? എങ്ങനെ പിന്നെ വായ തുറക്കുന്നേ? എന്റെ സ്വഭാവം നിങ്ങളായിട്ട് മാറ്റണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം അടിച്ച് പൊളിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എടി, ഒരുമാതിരി പെടലായി പോലെ പെട്ടത്. ഞാൻ ഇവളെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ അത്ര